ഒരു രാജ്യത്തിന് പൂർണ്ണമായിട്ടും യുദ്ധം ജയിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു വ്യോമസേന വേണം. ലോകോത്തര നിലവാരമുള്ള പോർവിമാനങ്ങൾ വേണം. ലോകത്തിലെ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന രണ്ട് വ്യോമസേനകളാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യോമസേനകൾ. ലോകത്തിലെ ഏറ്റവും മുൻനിര പോർവിമാനങ്ങളുള്ളത് ഈ രണ്ട് രാജ്യങ്ങൾക്കാണ്. ഇസ്രായേൽ അമേരിക്കയെ ആശ്രയിക്കുന്നതുകൊണ്ട് അമേരിക്കയുടെ വ്യോമസേനയുടെ നൂതന സാങ്കേതികവിദ്യയുള്ള പോർവിമാനങ്ങൾ ഇസ്രായേലിന് കിട്ടുന്നുണ്ട്. അത് ലോകത്തിലെ മറ്റെല്ലാ രാജ്യക്കാർക്കും അത് കിട്ടണമെന്നില്ല. പക്ഷേ ഇസ്രായേലിന് ആ ഒരു ആനുകൂല്യം ലഭ്യമാണ്. ലോകത്തിലെ ഏറ്റവും മുൻനിര പോർവിമാനമാണ് F-35 പോർവിമാനം. അത് അമേരിക്ക ലോകത്തിലുള്ള മറ്റു രാജ്യക്കാർക്ക് കൊടുക്കാറുണ്ട്. പക്ഷേ ഇസ്രായേലിന് മാത്രം പ്രത്യേക ഒരു കൺസെഷൻ അവർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ സാങ്കേതികതയും ഓൾട്ടർ ചെയ്യാനുള്ള ഒരു കൺസെഷൻ. ആദ്യമൊക്കെ അമേരിക്കയിലെ എഞ്ചിനീയർമാർ അത് എതിർത്തുവെങ്കിലും പിന്നീട് ഇസ്രായേലിന് അതിൻ്റെ എല്ലാ സാങ്കേതികതയും അപ്ഡേറ്റ് ചെയ്യാൻ, പൊളിച്ചു പണിയാൻ, കസ്റ്റമൈസ് ചെയ്യാൻ സ്വാതന്ത്ര്യം കൊടുത്തു. അതിൻ്റെ ഏവിയോണിക്സ്, കമ്പ്യൂട്ടർ, ഫ്യൂവൽ പോഡ്സ്, ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റം, ഇതെല്ലാം ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ആ വിമാനത്തിൻ്റെ ഘടനയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ, അതിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികതയ്ക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിൽ അവരത് ഡെവലപ്പ് ചെയ്ത് എടുത്തു. അത് വലിയൊരു അത്ഭുതമാണ്. അമേരിക്കയിലെ വ്യോമസേനയ്ക്ക് അത് വലിയൊരു അത്ഭുതമായി തീർന്നിരിക്കുകയാണ്. കാരണം അവർ വിചാരിച്ചു ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ബുദ്ധിരാക്ഷസന്മാരായിട്ടുള്ള ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാർ, എഞ്ചിനീയർമാർ അത് നേടിയെടുത്തു. അങ്ങനെ ഉള്ള ഒരു പോർവിമാനമാണ് F-35 അദീർ. അപ്പോൾ ഈ വിമാനത്തിന് സാധാരണ F-35 പോർവിമാനങ്ങൾക്ക് ഇല്ലാത്ത ഒരുപാട് പ്രത്യേകതയുണ്ട്. അത് സ്മാർട്ട് വിമാനമാണ്. അതായത് നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായിട്ട് അതിന് പല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് കഴിയും. നൂതന സാങ്കേതികതയുള്ള ഇസ്രായേലി മിസൈലുകൾ അതിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. 1700 കിലോമീറ്റർ ഒറ്റയടിക്ക് അതിന് പറക്കാനായിട്ട് കഴിയും. അതല്ലാതെ ഒരുപാട് അഡ്വാൻസ്ഡ് കോൺഫിഡൻഷ്യൽ ഫീച്ചേഴ്സും അതിനുണ്ട്. അപ്പോൾ ഇതുപോലുള്ളൊരു വിമാനം ആണ് ഇസ്രായേൽ കൊണ്ട് നടക്കുന്നത്. അമേരിക്ക F-35 വിമാനം മറ്റുള്ള രാജ്യക്കാർക്ക് വിൽക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അവരും ഇസ്രായേലുമായിട്ട് ഇതേ പോർവിമാനവുമായിട്ട് യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ F-35 അദീർ വിമാനം അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകും. പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണമായിട്ടുള്ള വ്യോമ സുപ്പീരിയോറിറ്റി ഇസ്രായേലിന് നേടിയെടുക്കാൻ പറ്റുന്നതിൻ്റെ കാരണം ഇതാണ്.